This news is brought to you by Sri Shankaracharya Computer Center, Merchant Square, near bus stand, Cherubura. വാട്സപ്പ് കൂട്ടായ്മയിലൂടെ നാടിന്റെ സാമൂഹിക കാരുണ്യ രംഗങ്ങളിൽ സജീവ സാന്നിധ്യമായ തട്ടുമ്മൽ നാട്ടുകൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രദേശത്തെ വിദ്യാർത്ഥികളെ ആദരിച്ചു. തട്ടുമ്മൽ റേഷൻ കടയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ TP ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. റേഷൻ കട ശ്രീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MTP മുഹമ്മദ് കുഞ്ഞി സ്വാഗതം ആശംസിച്ചു. വിദ്യാർത്ഥികൾക്ക് കരുണാകരൻ, കണ്ണൻ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഇവിടെ സൂചിപ്പിച്ചു, മുഹമ്മദ് കുഞ്ഞി സംസാരിച്ചപ്പോൾ തന്നെ AI വന്നതോടുകൂടി വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു 100 എഞ്ചിനീയർമാർ ചെയ്യേണ്ട പണി AI വന്നതോടുകൂടി ആ AI നിർവഹിക്കും എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ. ലോകം വളരെയേറെ വികസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പരമ്പരാഗത വിദ്യാഭ്യാസങ്ങളൊക്കെ തീർത്തും അവസാനിച്ചില്ലെങ്കിൽ പോലും അവസാനിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഞാനൊക്കെ ഒരു പരമ്പരാഗത വിദ്യാഭ്യാസത്തിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി എന്നുള്ള നിലയിൽ അതിന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുകയാണ്. അതുപോലെ തന്നെ പിന്നെ ശ്രീധരൻ സൂചിച്ചതുപോലെ ഡോക്ടർ, എഞ്ചിനീയർ, അതും എഞ്ചിനീയർക്ക് 15,000 12,000 ശമ്പളം വാങ്ങുന്ന സ്ഥിതിയാണുള്ളത്. പക്ഷേ അത് കൂടാതെ വലിയ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുസാറ്റ് പോലെയുള്ള, രാജഗിരി പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന ആളുകൾ വിദേശത്തൊക്കെ പോയി കോടികൾ സമ്പാദിക്കുന്ന രീതിയും ഉണ്ടെങ്കിൽ പോലും അതൊക്കെ നോക്കി അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ വളരെയേറെ ഉറച്ച തീരുമാനമെടുക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചത്. ഈ വിദ്യാഭ്യാസത്തിന് കുറുക്കുവഴികളില്ല, കഠിനാധ്വാനം തന്നെ വേണം. ഇന്നുള്ള പല ആളുകളും വലിയ കഠിനാധ്വാനത്തിന്റെ ഫലമായാണ് ഈ നിലയിൽ എത്തിച്ചേർന്നത്. നമ്മളിവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് നാട്ടുകൂട്ടം വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുക എന്ന മഹത്തായ ഒരു ചടങ്ങാണ്. നാട്ടുകൂട്ടം കൂട്ടായ്മ ഇതുപോലുള്ള പരിപാടികൾ ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ അവിടെ പോയി പ്രവർത്തിച്ച 18ഓളം പ്രവർത്തകരെ പാടിയൊടിച്ചാൽ വ്യാപാരി ഭവനിൽ വെച്ച് ഉചിതമായ ഒരു സ്വീകരണം നൽകുകയും അവർക്ക് മൊമെന്റോ നൽകി ആദരിക്കുക തുടങ്ങിയ പരിപാടികളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി ആണ് ഈ പരിപാടികൾ ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, വിദ്യാഭ്യാസത്തിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ AI കൂടി കടന്നു വന്നതോടെ വിദ്യാഭ്യാസ മേഖല വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി ആയി മാറിയിരിക്കുകയാണ് കുട്ടികൾക്ക്. അപ്പോൾ AI-യുമായി താരതമ്യം ചെയ്ത് അതിനോട് ചേർന്നുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇന്ന് നമ്മളുടെ കുട്ടികൾക്ക് ഇന്ന് ആവശ്യം. പ്രത്യേകിച്ച് ഈ അംഗീകാരം ഏറ്റുവാങ്ങാനെത്തിയ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ നിൽക്കുന്നത്. കാരണം ഇതിനു മുമ്പേ പല പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും കുറച്ചുനാളായിട്ട് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചെയ്തത് വയനാട് ദുരന്തത്തില് അവരെ സഹായിക്കാൻ പോയി അവരെ നമ്മൾ പാഠ്യ നേതൃത്വത്തിൽ ആദരിക്കുക എന്ന് പറഞ്ഞ ഒരു ചടങ്ങാണ് നടത്തിയത്. അതുപോലെ തന്നെ അതിനു മുമ്പും നമ്മളൊരു കൂട്ടായ്മയിലൂടെ ഇവിടെ ഏറ്റവും പാവപ്പെട്ടവർക്ക് റേഷൻ സൗജന്യമായിട്ട് കൊടുക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്തു. അത് ഏകദേശം 1 വർഷത്തോളം നമ്മൾ കൊടുത്തു. പിന്നെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് വന്നുകൊണ്ട് നമ്മൾ അത് നിർത്തുകയും ഏകദേശം 50,000 രൂപയോളം ചെലവ് വരുന്ന പ്രോഗ്രാമാണ് നമ്മൾ ഏറ്റവും പാവപ്പെട്ടവർക്ക് അരി സൗജന്യമായിട്ട് കൊടുക്കുക എന്നുള്ള നിലയിലേക്ക് നടത്തിയത്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് മറ്റൊരു ആഹ്ലാദിക്കാനുള്ള ഒരു വകയും കൂടെ ഉണ്ട്. ഇന്ന് നമ്മുടെ തൊട്ടടുത്ത പ്രദേശക്കാരനായ രാജൻ PP എന്ന് പറയുന്ന ആള്, അതായത് നമ്മുടെ ആ കാവിന്റെ അവിടെ താമസിക്കുന്ന അവര് സോഷ്യൽ സ്റ്റഡീസില് PhD എടുത്ത് ഫിലോസഫിയില് പിന്നെ PhD എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും വളർന്നു വരാനുള്ള ഒരു കാലാവസ്ഥയും സാഹചര്യവും ഇപ്പോഴുണ്ട്. ഇന്ന് PhD എടുത്തിട്ടുള്ള രാജൻ മാഷെ ഒരു ഉദാഹരണമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ച് അയാള് നേടാത്ത ജോലികളില്ല. ആദ്യം KSRTC കണ്ടക്ടറായി, പിന്നെ കേരള പോലീസായി, പിന്നീട് KSFE ഉദ്യോഗസ്ഥനായി, പിന്നീടാണ് പഞ്ചായത്ത് സെക്രട്ടറി ആയി, പിന്നെ കോളേജ് ലെക്ചറായി. ഇപ്പോഴാണ് അതിനുശേഷം PhD ഏറ്റെടുത്തത്. ഉന്നത വിദ്യാഭ്യാസം ഒന്നും സ്വയം പഠിച്ച് അതൊരു ഉദാഹരണമായി നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് പറയാനുള്ളത്. സ്വയം പഠിച്ച്
ഉദ്യോഗം നേടിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ നാടിന് തന്നെ അഭിമാനം നേടാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് രാജൻ മാഷ്. ആദ്യമായി അഭിനന്ദിക്കുന്നത് നിങ്ങളെ തന്നെയാണ്. കാരണം നിങ്ങളാണ് അഭിനന്ദനത്തിന് അർഹരായത്. പക്ഷെ വേറെ 2 വിഭാഗം കൂടിയുണ്ട് അഭിനന്ദിക്കാൻ. ഒന്ന് ഈ പരിപാടി ആസൂത്രണം ചെയ്തവരാ. ഞാനും കൂടി അതിലൊരു അംഗമായതുകൊണ്ട് ഞാൻ എന്നെ തന്നെ അഭിനന്ദിക്കുന്നത് ശരിയില്ലാത്തത് കൊണ്ട് അടുത്തൊരു നിങ്ങളുടെ രക്ഷിതാക്കളെയാണ്. നിങ്ങളുടെ രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നിങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ്. ഞാനെല്ലാം 10ാം ക്ലാസ് പഠിക്കുന്ന കാലത്ത് എന്റെ ക്ലാസ്സിൽ 47 കുട്ടികളുണ്ടായിരുന്നു. 6 പേരാണ് ജയിച്ചത്, ബാക്കി 43. അന്ന് ഒരു വിഷയത്തിൽ തോറ്റാൽ പോയി. എനിക്ക് പയ്യന്നൂർ കോളേജിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് പയ്യന്നൂർ കോളേജിലെ ഫീസ് 6 രൂപയാണ്. പക്ഷെ അത് കൊടുക്കാനില്ലാത്തതുകൊണ്ട് എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല. കാരണം അന്ന് അച്ഛനമ്മമാരുടെ വിചാരം എങ്ങനെ മറ്റു മക്കളും കൂടെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഇന്ന് നേരെ തിരിച്ചാണ്. കാരണം അവരുടെ വിചാരം എങ്ങനെ എന്റെ മക്കളെ പഠിപ്പിക്കാൻ കഴിയും, ഒരു ദിവസം പട്ടിണി കിടന്നാലും എന്റെ മക്കളെ പഠിപ്പിക്കണം എന്നൊരു ചിന്തയിലേക്ക് രക്ഷിതാക്കൾ എത്തിയ ഒരു കാലഘട്ടത്തിലാണ് നോക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ സാഹചര്യവും ഇന്ന് വളർന്നു വരെ മുമ്പോട്ട് പോകാനുണ്ട്. അത് പരമാവധി ഉപയോഗപ്പെടുത്തി നിങ്ങൾ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിച്ചേരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂ ജനറേഷനുകൾക്കിനി ന്യൂജൻ കോഴ്സുകൾ പഠിക്കാം ശ്രീശങ്കരാചാര്യയിലൂടെ. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ. പൈപ്സ് ആൻഡ് SAP, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് ആൻഡ് ആനിമേഷൻ, വീഡിയോ എഡിറ്റിംഗ് ആൻഡ് VFX, മോഷൻ ഗ്രാഫിക്സ്, ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ, പൈത്തൺ പ്രോഗ്രാമിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്. എല്ലാ കോഴ്സുകളിലും AI ഇന്റഗ്രേറ്റഡ് ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ. ശ്രീശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, മർച്ചന്റ് സ്ക്വയർ, നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.